ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ കഴിഞ്ഞാൽ പിന്നെ 6-7 മാസങ്ങൾ ബൊഗൻവില്ലയിൽ തുരുതുരാ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് പൂക്കൾ കൊഴിഞ്ഞ ശേഷം 1-2 ആഴ്ചകൾ മാത്രമേ പൂക്കളില്ലാതിരിക്കുകയുള്ളൂ. 1-2 ആഴ്ചകൾ കൊണ്ട് പിന്നെയും പൂക്കൾ വിരിഞ്ഞു തുടങ്ങും. ബൊഗൻവില്ലകൾക്ക് അധികം കീടബാധയൊന്നുമില്ല. വളർത്തിയാൻ വളരെ എളുപ്പമാണ്. പല കളറിലുള്ള വെറൈറ്റി പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഗാർഡൻ കാണുവാൻ വളരെ മനോഹരമാണ്. 2-3 വെറൈറ്റികൾ ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റും. 2 ആഴ്ച കൂടുമ്പോൾ ബൊഗൻവില്ലകൾക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കണം. രാസവളങ്ങളും ജൈവവളങ്ങളും മാറി മാറി ഇട്ട് കൊടുക്കണം. ഒരാഴ്ച മുമ്പ് പൂക്കളെല്ലാം കൊഴിഞ്ഞപ്പോൾ അറ്റം ചെറുതായി ഒന്ന് മുറിച്ച ശേഷം NPK 19-19-19 ഇട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി ബൊഗൻവില്ലകളെ പരിചയപ്പെടാം. ഇത് കയാട്ടായാണ്. നിറയെ പൂക്കളുണ്ടാകും. പൂക്കളൊക്കെ എല്ലാത്തിലും ആയി വരുന്നതൊക്കെയുള്ളൂ. ചിലതൊക്കെ മുട്ടുകളാണ്, മുഴുവൻ വിരിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇലകൾ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളവയാണ്. പൂക്കളാണേലും നല്ലൊരു പീച്ച് കളറാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള വെറൈറ്റിയാണ് കയാട്ട. അടുത്തത് മിസ് ഹോളണ്ടാണ്. വൈറ്റും പിങ്കും കലർന്ന പൂക്കളാണ് ഇതിനുള്ളത്. ചിലതൊക്കെ പിങ്ക് മാത്രവും ചിലതൊക്കെ വൈറ്റ് മാത്രവും. ഇത് പൂന ലാവണ്ടറാണ്. പൂക്കളൊക്കെ വലിപ്പമുള്ളവയാണ്. ഇത് നിറയെ പൂക്കുന്നവയാണ്. മുട്ടുകളൊക്കെ വിടർന്നു വരുന്നതേ ഉള്ളൂ. ഇതാണ് ലേഡി മേരി. മഞ്ഞ നിറത്തിലാണ് പൂക്കളുണ്ടാകുന്നത്. ഇതും പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് വേഗത്തിൽ വളർന്നു വലിപ്പം വയ്ക്കുന്നവയാണ്. ഇത് വാജിദ് അലീഷ റെഡാണ്. പൂക്കൾക്ക് വേരിയേഷൻ ഉള്ളതാണ്. ആദ്യമായി വിരിഞ്ഞത് കൊണ്ടായിരിക്കാം പൂക്കളെല്ലാം ഒരേ കളറിലാണ് വിരിഞ്ഞിരിക്കുന്നത്. ഇത് മഹാറാണി. കഴിഞ്ഞ തവണ ഇതിൽ പൂക്കൾ വിരിഞ്ഞപ്പോൾ കൂടുതലും വൈറ്റ് പൂക്കളായിരുന്നു. ഓറഞ്ച് കളർ കുറവായിരുന്നു. ഇപ്രാവശ്യം ഓറഞ്ചാണ് കൂടുതൽ, വൈറ്റ് കളർ തീരെ കുറവാണ്. ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇവയിലുണ്ടാകുന്നത്. അടുത്തത് വീര പിങ്കാണ്. ഇതിൻ്റെ അറ്റത്താണ് കൂടുതലായിട്ടും ബഞ്ചായിട്ട് പൂക്കളുണ്ടാകും. ഇത് വളരെ ഭംഗിയുള്ള പൂക്കളാണ്. നല്ല വലിപ്പം വെച്ച് നീണ്ടു വളരുന്നവയാണ്. ഇത് മഹാറ പീച്ചാണ്. നല്ല പീച്ച് കളറിൽ കട്ടയായിട്ട് പൂക്കളുണ്ടാകുന്നതാണ്. നിറച്ചും ഇതളുകളാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു പിങ്ക് കളറിലേക്ക് മാറും. ഇത് പൂന വൈറ്റാണ്. ഇതിൽ നിറയെ പൂക്കളുണ്ടാകും. വലിയ പൂക്കളാണ്. നല്ല വെള്ള നിറത്തിലാണ് പൂക്കളുള്ളത്. അടുത്തത് നെസ്കഫയാണ്. ഇതിൻ്റെ പൂക്കൾ നല്ല ഓറഞ്ച് കളറിൽ ആദ്യം വിരിയും. അത് കഴിഞ്ഞ് പിങ്ക് കളറിലേക്ക് മാറും. ഇതിലും മുട്ടുകളാണ് വിരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് നല്ല ഓറഞ്ച് കളറാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ബ്യൂട്ടി പിങ്കാണ്. ഇത് നിറഞ്ഞ് വിരിഞ്ഞ് കിടക്കുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. നല്ല ഡീപ്പ് പിങ്ക് കളറിലാണ്. ഇത് സൺറൈസ് വൈറ്റാണ്. ഇത് നല്ല വൈറ്റ് കളറാണ്. നിറയെ ഉണ്ടാകും. ഇത് നല്ല ഭംഗിയാണ്. ഇത് ബട്ടർഫ്ലൈ യെല്ലോ. ഇതിൻ്റെ ഇലകളൊക്കെ വേരിയേഷനാണ്. ഒരു സിൽവർ കോട്ടിങ്ങും ഉണ്ട് ഇലകൾക്ക്. നല്ല ചെറിയ പൂക്കളാണ്. വീതി കുറഞ്ഞ പെറ്റൽസാണ്. ഇത് അതേപോലെ തന്നെ ബട്ടർഫ്ലൈ ഓറഞ്ചാണ്. ഇതിൻ്റെ ഇലകളും സിൽവർ കളറിൽ വേരിയേഷനുള്ളവയാണ്. മുട്ടുകൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് ഗോൾഡൻ ബ്രിസ റെഡാണ്. ഇതിനും പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. മുട്ടുകളൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇലകൾ ആദ്യം ഗോൾഡൻ കളറിലാണ് വരുന്നത്. പിന്നീട് അത് പച്ച നിറത്തിലേക്ക് മാറും. അടുത്തത് മൊണാലിസ റെഡാണ്.
ഇതിനും മുട്ടുകളൊക്കെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നല്ല റെഡ് കളറാണ്. പിന്നീട് ഇത് പിങ്ക് കളറിലേക്ക് മാറും. നന്നായി വിരിഞ്ഞു കഴിയുമ്പോൾ പിങ്ക് കളറാണ്, ഒരു പ്രത്യേകം പിങ്ക് കളറാണ്. ഇവിടെ ഇലകളൊക്കെ കടും പച്ച നിറത്തിലാണ്. ആലിലയുടെ ഷേപ്പാണുള്ളത്. ചെറിയ ഇലകളാണ്. ഇത് വാട്ടർമെലോൺ കിസ്സാണ്. ഇതും മുട്ടുകളൊക്കെ നന്നായി വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. ശരിക്കുമുള്ള ഇതിൻ്റെ കളർ ആയിട്ടില്ല. ശരിക്കും വിരിഞ്ഞു കഴിയുമ്പോൾ വാട്ടർമെലോണിൻ്റെ ഒരു കളറാണ് ഇതിനുള്ളത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇത് സിംഗപ്പൂർ പിങ്കാണ്. ഇതിനും മുട്ടുകളൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് ഒരു പ്രത്യേകതരം പിങ്ക് കളറാണ്. സാധാരണ ഉള്ള പിങ്ക് കളറല്ല. ഇതിൻ്റെ ഇലകൾക്കും നല്ല ഗ്ലേസിങ്ങും ഉണ്ട്. പിന്നെ അരികിൽ ഒരു കർവ് പോലെ ഒരു ചുരുളിച്ചൊക്കെ ഉണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്. ഇലകളും ഭംഗിയുണ്ട് കാണുവാൻ. ഇത് 3 സ്റ്റാറാണ്. ഇതിനും പൂക്കൾക്ക് വേരിയേഷനൊക്കെ ഉള്ളതാണ്. ഒന്നും വ്യക്തമായി ആയിട്ടില്ല. പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് വിരിയുന്നതാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇത് വയലറ്റ് സെപ്റ്റംബർ. ഇതും പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. പൂക്കളുടെ നടുഭാഗത്ത് കുറച്ച് ഡാർക്ക് കളറാണ്. അരിവ് വരുമ്പോൾ കളറ് കുറഞ്ഞു വരും. കാണുമ്പോൾ നടുക്ക് വേറൊരു കളർ പോലെ ഇരിക്കും. ഇതും ഒരു നല്ല വെറൈറ്റി തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള പൂക്കൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.